ഹലോ ഫ്രണ്ട്സ്, എന്തായി എല്ലാവരുടെയും ഓണൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഇന്ന് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും ഓണവിശേഷങ്ങളും, അതായത് ഓണ സെലിബ്രേഷനൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞേട്ടനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ കയറിയ കട നമ്മുടെ പെരുമ്പാവൂർ ഉള്ളൊരു കടയായിരുന്നു കേട്ടോ. അവിടെ കയറിയപ്പോൾ പിന്നെ നല്ല തിരക്ക്. അപ്പം കസ്റ്റമർ സർവീസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഷോപ്പാണ് കേട്ടോ. നമ്മൾ പെരുമ്പാവൂരുള്ള ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവിടെ കയറി കുഞ്ഞേട്ടന് ഡ്രസ്സ് എടുത്തപ്പോൾ മുത്തുമണിക്ക് വേണമെന്നും പറഞ്ഞിട്ട് മുത്തുമണിക്ക് ചെറിയ രണ്ട് നിക്കർ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ മുത്തുമണിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു കുറച്ച് മാസം മുമ്പ് വലിയേട്ടന്, അതായത് സ്കൂൾ തുറന്ന സമയത്ത് ഷൂ എടുക്കാൻ കയറിയപ്പോൾ അവളൊരു ചെരുപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന റീൽസ് ഞാൻ പങ്കുവച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലത്തെ ചെരുപ്പ് ആണോയെന്ന് അറിയാൻ വേണ്ടി ഇതിട്ട് നോക്കിയപ്പോൾ അത് അവൾക്ക് പാകമാകുന്നില്ല, ചെറിയ ഹീലൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ മോഡൽ ചെരുപ്പും ഉണ്ടായില്ല. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ മോഡലൊരു ചെരുപ്പാണ്, ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. അന്നത്തെ പോലെ അത്ര ഒരു ഹാപ്പി ആയിരുന്നില്ല, എങ്കിലും ആൾ ഇട്ട് കുഴപ്പമൊന്നുമില്ല, ഇട്ടുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ആ കുഞ്ഞേട്ടന് വേണ്ടിയിട്ട് എടുത്ത ഷർട്ട് ആ എടുത്ത കടയിൽ നിന്ന് തന്നെ അവൾ ഇട്ടേക്കുന്നതാണ് കാണുന്നത്, കണ്ടോ. അത് ഊരാൻ സമ്മതിക്കത്തില്ല, അത് ഇട്ടുകൊണ്ടാണ് കേട്ടോ അന്ന് നടന്നത് മൊത്തം. അപ്പോൾ ചെരുപ്പും വാങ്ങിച്ചു, കുഞ്ഞേട്ടന് ഡ്രസ്സും വാങ്ങിച്ചു, അപ്പയ്ക്ക് ഒരു ഷർട്ടും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഷർട്ട് വലിയേട്ടന് ആ ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടി എടുത്താണ് കേട്ടോ, സ്കൂളിലെ സെലിബ്രേഷന് വേണ്ടിയിട്ട്, ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാം ഒന്നിച്ച് വാങ്ങിച്ച ഒരു ഷർട്ടാണ് കേട്ടോ ഇത്. അതായിരുന്നു വലിയേട്ടൻ്റെ സ്കൂളിലെ ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സ്. അപ്പോൾ അപ്പയുടെ ഷർട്ടൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുത്തുമണിയുടെ ഉടുപ്പൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് റീൽസൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും തന്നെ പറയാറുണ്ട്, ഞാൻ മുത്തുമണിക്കുള്ള സാധനങ്ങൾ എപ്പോഴും ഇൻസ്റ്റഗ്രാം പേജുകളിൽ നിന്നാണ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കുറേ ഞാനിങ്ങനെ സെർച്ച് ചെയ്തും അവസാനം കണ്ടെത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വിലയും ഒക്കണം, നമുക്ക് മനസ്സിന് ഇണങ്ങാൻ വേണമല്ലോ. അങ്ങനെ ഒരു ഡ്രസ്സ് തപ്പി കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ വില വലിയ കുറവൊന്നും ഇല്ലായിരുന്നെങ്കിലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, അവൾക്ക് ചേരുമെന്ന് വിചാരിച്ച് തന്നെ എടുത്തതാണ്. എനിക്ക് ഇട്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ എങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് മുതലുള്ള ഒരു മോഹമാണ് കേട്ടോ, ഇങ്ങനെ പൂവൊക്കെ കൊത്തി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് തലയിലൊന്നും ചെയ്യുന്നതിന് വലിയ യോജിപ്പില്ല, എടുത്ത് കളയും. പിന്നെ ഇങ്ങനെ തൊടലിയെന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുത്തൻ വള ഇട്ടതിൻ്റെ ഒരു ഗമയാണ് ഈ കാണുന്നത്. വലിയേട്ടൻ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. ആകെ ആൾ മൂഡ് ഓഫ് ആയായിരുന്നു കുറേ സമയമായപ്പോഴത്തേനും, ഇതിൻ്റെ പോര് കുത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവളുടെ വളയിൽ തൊട്ട് നോക്കിയത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആദ്യത്തെ റൗണ്ട് കുഞ്ഞേട്ടൻ്റെയും മുത്തുമണിയുടെയും ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ, മലയാളി മഞ്ഞൻ കോമ്പറ്റീഷനായിരുന്നു. അപ്പം മുത്തുമണി വെറുതെ കയറി നിന്നിട്ട് എല്ലാവരും നിന്നപ്പം അവർ കയറി നിന്നാണ്. പിന്നെ ഓണ സെലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ കുട്ടികളും പേരൻസും ഒക്കെ കൂടെ ഒന്നിച്ചിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കുഞ്ഞേട്ടൻ്റെ സ്കൂളിലെ ഓണ പ്രോഗ്രാമായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമുക്ക് മിക്കവാറും ഓണ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, കുഞ്ഞേട്ടൻ്റെ സ്കൂളിൽ വെച്ചിട്ടുള്ള ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പ്രാവശ്യം പിന്നെ വെച്ചത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓണ സെലിബ്രേഷനൊന്നും വെക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വെച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം വെച്ചു. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഒരു ഓണ സെലിബ്രേഷൻ കൂടുന്നത് ഈ സ്കൂളിലുള്ള ഒരു ആഘോഷമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമൊക്കെ പുറത്ത് വെയിലും എന്നാൽ മഴക്കാറും ഒക്കെ ഉണ്ടായിട്ടൊരു നല്ല ചൂടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ അകത്ത് കയറിയിരിക്കും, ഫാനിൻ്റെ കാറ്റ് കൊള്ളാൻ വേണ്ടി അവൾ വല്ലാത്ത ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, ചൂടെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ ഇടയ്ക്ക് അകത്ത് കയറും. പിന്നെ എല്ലാവരും കൂടെ ഓണസദ്യ കഴിച്ചു. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞേട്ടനും കൂട്ടുകാരൊക്കെ കൂടെ ഓണസദ്യ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തുമണിക്ക് ആകെ വേണ്ടി വന്നത് പപ്പടം മാത്രമാണ് കേട്ടോ. അപ്പോൾ പപ്പടം അപ്പം ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ പോകുമ്പോൾ പപ്പടം എടുക്കുന്ന പാത്രം കണ്ടു. പിന്നെ ഫുൾ ടൈം പപ്പടം തീറ്റയായിരുന്നു കേട്ടോ. പൊടിച്ച് മുഴുവൻ മേത്തോടെ ആക്കി പപ്പടത്തിനും വെള്ളം കുടിക്കും, പപ്പടത്തിനും വെള്ളം കുടിക്കുന്നത് തന്നെയായിരുന്നു പണിയിട്ട്. പിന്നെ ഒരു ശകലം പായസം കുടിച്ചു. അവളുടെ ഓണസദ്യ അതോടുകൂടി കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റാണ് അപ്പയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ടീച്ചേഴ്സും അപ്പയൊക്കെ കൂടെ ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ കഴിക്കാനിരിക്കുന്ന കണ്ടപ്പോൾ മുത്തുമണിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമായില്ല കേട്ടോ. ഫുൾ ടൈം അപ്പം എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് അപ്പയുടെ കൂടെ നടക്കലാണ് കേട്ടോ പണി. കഴിച്ചിട്ട് കഴിക്കാനിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ മുത്തുമണി
ഒട്ടും പറ്റിയില്ല കേട്ടോ. അപ്പോൾ മാറി നിന്ന് കരയുടെ കാണുന്നത്, അപ്പോഴെടുത്തോട്ട് പോകണം. അപ്പോൾ എടുക്കുന്നുമില്ലല്ലോ, കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിന് പിണങ്ങി നിൽക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് സുന്ദരിക്ക് പൊട്ട് കുത്താൻ വേണ്ടി അപ്പയുടെ കണ്ണൊക്കെ കെട്ടി വിടുന്നതാണ് കേട്ടോ. അവിടെ ചെന്ന് വലിയ കാര്യത്തിന് അളന്നും പിടിച്ചൊക്കെ പൊട്ട് കുത്താൻ നോക്കിയെങ്കിലും ഒരു കുറച്ച് താഴത്തോടെ വന്നാൽ മാത്രമേ കറക്റ്റ് ആകുള്ളായിരുന്നു. അളവൊക്കെ എടുത്താണ് പുള്ളി കുത്താൻ പോയതെങ്കിലും ശരിയായില്ല, കുറച്ചുകൂടെ താഴ്ന്ന് വന്നാൽ മാത്രമേ ശരിയാകുള്ളായിരുന്നു. അപ്പോൾ തപ്പിയൊക്കെ നോക്കി ഇപ്പോൾ കിട്ടുന്ന രീതിയിലൊക്കെ നോക്കി നിന്ന് കേട്ടോ. പക്ഷേ കിട്ടിയില്ല. അപ്പോഴത്തേനും കുഞ്ഞേട്ടൻ്റെ സന്തോഷം കണ്ടോ. അപ്പോൾ അവന് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങളും കൂടെ കൂടണമെന്നുള്ളത്. അപ്പോൾ പേരൻസിൻ്റെ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കോമ്പറ്റീഷൻ അവർ നേരത്തെ നടത്തി. അങ്ങനെ അപ്പോൾ അവിടെ പോയി പരാജയപ്പെട്ട് തിരിച്ചു വന്നു കേട്ടോ. അടുത്ത വലിയേട്ടൻ്റെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വലിയേട്ടനും കണ്ണൊക്കെ കെട്ടിപ്പോയി പൊട്ട് കുത്താൻ പോയി. അപ്പം വലിയേട്ടൻ ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കേട്ടോ. വലിയേട്ടൻ പ്ലേ ക്ലാസ് മുതൽ പഠിച്ചത് സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ വലിയേട്ടനും കണ്ണൊക്കെ കെട്ടി വലിയ കാര്യത്തിന് പോയി. അവിടെ പോയിട്ട് അതുപോലെ തന്നെ അപ്പോൾ കാണിച്ച പോലെ അളന്നൊക്കെ നോക്കി പൊട്ട് കുത്താൻ നോക്കി, നടന്നില്ല, അവിടെ നിന്നും പോകുന്നത് കേട്ടോ. പിന്നെ അടുത്ത കോമ്പറ്റീഷൻ ഐറ്റം എന്ന് പറയുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, പണ്ട് മുതലേ ഈ ഓണം പരിപാടിയോടനുബന്ധിച്ചിട്ടുള്ള കലാരൂപമാണല്ലോ ഈ കുപ്പി വെള്ളം നിറയ്ക്കൽ, മെഴുകുതിരി കത്തിച്ചോട്ടം, അല്ലെ സ്പൂൺ നാരങ്ങ എന്നൊക്കെ പറയണത്. അപ്പോൾ അതുപോലെ തന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. ഇവിടെ കയ്യിൽ വെള്ളം കോരിക്കൊണ്ട് പോകുന്നതിന് പകരം സ്പോഞ്ചാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ വലിയ കാര്യത്തിലൊക്കെ കുറേ സമയം ഓടിയൊക്കെ നോക്കിയെങ്കിലും ഒരു ശകലം വ്യത്യാസത്തിന് അവിടെയും പരാജയം. അടുത്തതായി കളത്തിലിറങ്ങിയത് വലിയേട്ടനായിരുന്നു കേട്ടോ. വലിയേട്ടനും കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയേട്ടൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ ഉണ്ടായിരുന്നു. അതും ബാക്കിയുള്ള പേരൻസിൻ്റെ ഒക്കെ കൂടിയിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വലിയേട്ടനും കാര്യമായിട്ടുള്ള ഓട്ടപ്പാച്ചിലൊക്കെ നടന്നെങ്കിലും വലിയേട്ടനും ജയിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്കാണ് കടന്നത്. അതൊരു പുതിയ ഐറ്റം ആയിരുന്നു കേട്ടോ. കുറച്ച് സ്പൂണുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഗോലി അതിൽ വെച്ചിട്ട് ആ ഗോലി താഴെ പോകാതെ ഓരോ സ്പൂണിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പറയുന്ന സമയത്തിനുള്ള കുറച്ച് സമയം അവർ തരുള്ളൂ. ആ സമയത്തിനുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ആ ഗ്ലാസ്സിലിടണം. അതായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ. അപ്പോൾ അതിനകത്ത് കൂടി കാര്യം കംപ്ലീറ്റ് ചെയ്തെങ്കിലും പറഞ്ഞ് ടൈം കഴിഞ്ഞു പോയി. അങ്ങനെ അവിടെയും പോയി. പിന്നെ വലിയേട്ടൻ്റെ ഒഴിവായിരുന്നു. വലിയേട്ടൻ സ്പൂൺ എടുത്തപ്പോൾ തന്നെ പോയിട്ട് അങ്ങനെ അപ്പം തന്നെ ഔട്ടായിട്ടോ. പിന്നെ ഞാനതിനകത്താകെ പങ്കെടുത്തത് ഈ സ്പോഞ്ച് കൊണ്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ബാക്കി ഐറ്റത്തിനൊന്നും ഞാൻ അങ്ങനെ ചേർന്നില്ല, മുത്തുവണിയും കൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഈ വർഷത്തെ 2025 നമ്മുടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഇതോടുകൂടി നമ്മുടെ ഓണാഘോഷം പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഇനി പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇനി സ്കൂള് പെട്ടെന്ന് തുറക്കുമല്ലോ, കുറച്ച് ദിവസത്തെ അവധിയല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ഇനി ഇവരൊക്കെ ആയിട്ട് തകർത്തിയായിട്ട് നടക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓണം പർച്ചേസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഓണവിശേഷങ്ങളും ഒക്കെ. മുത്തുമണി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആകെപ്പാടെ ക്ഷീണിച്ചു തുടങ്ങി. തലയിൽ പൂവൊക്കെ കുത്തി കൊടുത്തൊക്കെ പറപ്പിച്ച് വിടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവളെ അകത്ത് കയറ്റി വിട്ടു. കാരണം ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അവിടുന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ അതിൽ കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം ഇങ്ങനെ കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും ഓണ പ്രോഗ്രാമുകളൊക്കെ എന്തായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്